DK പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമാണ് ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല, തിരുവോണമായതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നേരെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് തിരുവോണമാണല്ലോ, നമ്മൾ പൂക്കളൊക്കെ ഇട്ടു, രാവിലെ എണീച്ച് പൂക്കളൊക്കെ ഇട്ടു, സദ്യയൊക്കെ ഒരുക്കി. ചെറുതായിട്ട്, വലുതായിട്ടില്ല എന്ന് പറയാൻ കാരണം അറിയാലോ, കൊറോണയാണ്. നമ്മളെല്ലാ തവണയും കാഞ്ഞങ്ങാട് എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ഓണാഘോഷിക്കാറ്. ഇത്തവണ അങ്ങോട്ട് പോയില്ല, കൊറോണ ആയതുകൊണ്ടും ട്രാവലൊക്കെ ചെയ്യേണ്ട ഇവിടുന്ന്. അതൊക്കെ വേണ്ട, ഒഴിവാക്കി. കാരണം അവിടെ പിന്നെ നമ്മളെപ്പോഴും വൈകുന്നേരം അവിടെ പൂക്കള മത്സരമൊക്കെ ഉണ്ടാവുമായിരുന്നു. അതൊന്നും ഇത്തവണ ഇല്ല. അപ്പം പിന്നെ നമ്മൾ വെറുതെ പോയിട്ട് അവിടെ വേണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എല്ലാ തവണ അങ്ങോട്ട് പോകേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇത് കുറച്ച് ബോർഡർ ഏരിയ ആണല്ലോ. ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഏകദേശം തലപ്പാടി, അതായത് നമ്മുടെ കേരള കർണാടക ബോർഡർ എത്തി. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ ഓണാഘോഷം ഇല്ല എന്നല്ല, കുറച്ച് കുറവാണ്. അതുകൊണ്ട് പോയില്ല ഇത്തവണ. സദ്യയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വന്നു, ഒന്ന് കണ്ടത്തൊക്കെ കറങ്ങി. ഇത് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വെള്ളമടി കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ റൈഡിങ് പാർട്ട്നേഴ്സ് ഇല്ലേ, സൈക്കിൾ റൈഡിങ്, അപ്പോൾ അവർ വിളിച്ചു, നമുക്കൊരു ചെറിയ റൈഡ് പോയാലോ എന്ന് ചോദിച്ചു. അപ്പം പിന്നെ ഇത്തവണ വലിയ ആഘോഷമൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ വണ്ടിയില്ലേ, ബൈക്സൊക്കെ ചളി പിടിച്ചിരിക്കുകയാണ്, ഒന്ന് വാഷ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് നേരെ സൈക്കിളൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു ചെറിയ റൈഡ് പോയിട്ട് വരാം അല്ലേ. അപ്പോൾ ഗൈസ്, കോസ്റ്റ്യൂമൊക്കെ മാറി, ഇപ്പോൾ ഫുള്ള് റൈഡിങ്ങിന് വേണ്ടി സെറ്റായിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം അല്ലേ, ഓണം എന്ന് വിചാരിച്ച് ഓണക്കോടി കൊടുത്തുകൊണ്ട് റൈഡിന് പോയി കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നല്ല ഓണം കിട്ടും. കാരണം അമ്മയാണ് എൻ്റെ തുണിയൊക്കെ വാഷ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ടുപേര് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്, വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ നമുക്ക് വിടുക അല്ലേ, മാസ്ക് ഒന്ന് ചെറുതായിട്ട് കേട്ടിട്ട്. ഓ യെസ്, ലെറ്റ്സ് മൂവ്. We are moving towards our riding partners. അവർ അവിടെ വാഷ് ചെയ്യാൻ തുടങ്ങിക്കാണും. ഞാൻ കുറച്ച് ലേറ്റാണ്, കാരണം ഓണായതുകൊണ്ടേ ഞാൻ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോയി വന്നതാണ്. അതാണ് കുറച്ച് ലേറ്റ് എന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, അവരവിടെ വെയിറ്റ് ചെയ്യും. ഇത്തവണത്തെ ഓണം ഇതുപോലെയായി, റൈഡിങ്ങും കാര്യങ്ങളും ആയതുകൊണ്ടേ ഇത്തവണ ഓണമൊന്നും ആഘോഷിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് ആഘോഷിക്കാം. സൈക്കിളൊക്കെ വാങ്ങിയതല്ലേ, സൈക്കിൾ വാങ്ങിയിട്ട് ആദ്യത്തെ ഓണം. അപ്പോൾ സൈക്കിളിനോടൊപ്പം കൂടി ഓണം ആഘോഷിക്കുക. അതിന് മുമ്പായി സൈക്കിളിനൊന്ന് കുട്ടപ്പനാക്കി എടുക്കണ്ടേ. ഓണാകുമ്പോൾ എല്ലാവരും പുതിയ ഡ്രസ്സും ഓണക്കോടിയൊക്കെ എടുക്കുന്ന പോലെ നമുക്ക് നമ്മുടെ സൈക്കിളിനൊന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ട് ഒരു റൈഡ് പോവാം. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ടേ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടിൽ വാഷ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് വാഷ് ചെയ്യുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വെള്ളമൊന്നുമില്ല, 2-3 ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട്. രണ്ടുപേര് തുടങ്ങിക്കഴിഞ്ഞു. ഷാമ്പു ഉണ്ടോ? എന്തില്ലേ, ഞാനൊരു ക്ലോത്ത് മാത്രമേ കൊടുത്തിട്ടു. നമുക്ക് പരിചയപ്പെടണ്ടേ, ആദ്യമായിട്ട് നമുക്ക്
ഹീസ് മിസ്റ്റർ സുദീപ്. ഓക്കെ, ഇവന് ഏതാണ്ട് 1.5 വർഷമായില്ലടാ. ഓക്കെ, അപ്പോൾ ഇനി ഒരാളുണ്ട്. ഈ പുള്ളിക്കാരൻ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ റൈഡ് പോയപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്ന പുള്ളിയാണ്. വികാസ് എന്നാണ് പേര്. ഓക്കെ, നമുക്ക് വാഷയല്ലേ? വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓണം റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സീത്തൻകോളിയൊക്കെ കഴിഞ്ഞു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഗോപ്രോ ഇല്ലാത്തതുകൊണ്ടേ നല്ല പാടാണ് ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോപ്രോ പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ 2 പേര് പോയിട്ടുണ്ട്, അവരെ കാണാനില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഗിംബിളും സെറ്റപ്പായിട്ട് വരുമ്പോഴേ അവർ അങ്ങ് പോയിക്കളയും. അപ്പോൾ നമുക്ക് അവർ പിടിക്കാം അല്ലേ? യെസ് ഗൈസ്, നല്ലൊരു കയറ്റം കയറിയിരിക്കുകയാണ് നമ്മൾ. അവരവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ അവർ നമ്മുടെ പുറകിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓണായതുകൊണ്ട് എല്ലാ ഷോപ്പും ക്ലോസ്ഡാണ്. നമുക്കിവിടുന്ന് നേരെ ലെഫ്റ്റ് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈവേയിലാണ്, NH ലാണ്. നമുക്കിവിടെ പോർട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈവേയിലൂടെയാണ്. അപ്പോൾ നമ്മൾ ചവിട്ടി ഇപ്പോൾ ഹൈവേയിലൂടെ ആരിക്കാടി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് മാംഗ്ലൂർ ഹൈവേ ആണ്. നമുക്ക് നേരെ ആരിക്കാടി പോർട്ടിലേക്ക് വിടാം അല്ലേ? ഇവർ 2 പേരും ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നേരെ ആരിക്കാടി കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. ബേക്കൽ കോട്ടയുള്ള പോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കോട്ടയുണ്ട്, ആരിക്കാടി കോട്ട. ഇതൊരു ഡെസ്റ്റിനേഷൻ ഇല്ലാത്തൊരു റൈഡായിപ്പോയി ഗൈസ്. ഇതിപ്പോൾ ചൂസ് ചെയ്ത ഡെസ്റ്റിനേഷനാണ്. നമുക്കവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മൊത്തം ചിലപ്പോൾ കാട് പിടിച്ച് കാണും, നോക്കാം അല്ലേ? വെൽക്കം ടു കുമ്പള ഫോർട്ട് എന്നിവിടെ ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഈശ്വരാ, കയറ്റമാണല്ലോ. കയറ്റമാണെങ്കിൽ ഇറങ്ങിത്തള്ളേണ്ട അവസ്ഥയാണ്. ഇവന്മാർ വരുന്നുണ്ട്. നല്ല കയറ്റം. കയറോ?
തള്ളാലേ. റോഡ് നല്ലില്ല കേട്ടോ. റോഡ് നല്ലുണ്ടെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു കയറ്റാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഏകദേശം മൊത്തം പുല്ലൊക്കെ വളർന്ന് യെസ് നമ്മളിപ്പോൾ കോട്ടയിലേക്ക് എത്തി. ഇതാണ് കുംബ്ല ഫോർട്ട്. ബേക്കൽ ഫോർട്ടുള്ള പോലെ തന്നെ ഒരു ചെറിയ ഫോർട്ടാണ്. ഒരു കോട്ടയേ ഉള്ളൂ ഇവിടെ. ബേക്കൽ ഫോർട്ട് പോലെ നീണ്ടു നിവർന്നൊന്നുമില്ല ഫോർട്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട് മേളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പറ്റിയ കാണാം, അല്ലെങ്കിൽ മിസ്സായി എന്ന് പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറാം. സൈക്കിളും തള്ളിക്കൊണ്ടാണ് ഞാൻ ഈ കയറണത്. ഈശ്വരാ, നല്ല ഹൈറ്റാണ്, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. വേണ്ട, സൂര്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിജേഷ് മോൻ മുകളിലേക്ക് ഇതാ കയറി വരുന്നുണ്ട്. പൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. സൂപ്പർ അല്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ദിസ് ഇസ് വിജയ് ബി സൈനിങ് ഓഫ്.